ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ ഈ ഇക്വേഷൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും. എഫ് ഈസ് ഇക്വൽ ടു 1/t അല്ലെങ്കിൽ ടി ഈസ് ഇക്വൽ 1/f എന്ന ഇക്വേഷൻ. ഇത് വെച്ചിട്ട് ഒരു ചെറിയ പ്രോബ്ലം ചെയ്യാൻ പോകാം കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആവർത്തി ഒരു ഹെഡ്സ് ആണ്. അതിൻ്റെ പീരിയഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എഫ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ആവർത്തി എഫ് തന്നിട്ടുണ്ട്, ഒരു ഹെഡ്സ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫ് തന്നാൽ ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അതൊക്കെ എഫ് തന്നാൽ ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടി ഈസ് ഇക്വൽ ടു 1/f ആണ്. അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പോകാം. ടി ഈസ് ഇക്വൽ ടു 1/f. അപ്പോൾ എഫ് നമുക്ക് തന്നിട്ടുണ്ട്, ഒന്ന് തന്നിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1/f എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ഹെഡ്സാണ്. അപ്പോൾ 1/1 എത്ര ആൻസർ വരിക? ഒരു എന്നാണ് ആൻസർ കിട്ടുക. ടി എന്ന് പറഞ്ഞാൽ സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടിയുടെ യൂണിറ്റ് എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ടിയുടെ യൂണിറ്റ് എന്താ? ടിയുടെ യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തേക്കാരം? ഒരു സെക്കൻഡ്. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻസ് വെച്ച് എന്ത് ചെയ്യുക? ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി അടുത്തതായിട്ടുള്ള പറയാൻ പോകുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പോകണം. ഓക്കെ, റെഡി. അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താ പറയുക? തരംഗചലനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ പോകുന്നത് തരംഗചലനത്തിൽ ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കേണ്ട കാര്യം, തരംഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഊർജ്ജമാണ്. എന്താണ് തരംഗം എന്ന് പറയുന്നത്? ഒരു ഊർജ്ജമാണ്. തരംഗചലനം എന്ന് പറഞ്ഞാൽ ഊർജ്ജമാണ്. ഊർജ്ജത്തിൻ്റെ ചലനത്തിൽ വിളിക്കുന്ന പേരാണ് എന്ത്? തരംഗചലനം. ഇപ്പോൾ ഇവിടെ ചോദിക്കുക തരംഗചലനങ്ങൾ എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കുക. തരംഗചലനം 2 ടൈപ്പ് ഉണ്ട്, മറക്കരുത്. തരംഗചലനം 2 ടൈപ്പ് ഉണ്ട്. മാധ്യമം ആവശ്യമുള്ളവയും അതേപോലെ തന്നെ മാധ്യമം എന്ത് ചെയ്യാത്തത്? മാധ്യമം ആവശ്യമില്ലാത്തത്. ഓക്കെ, മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളുണ്ടാവും, മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളുണ്ടാവും. അപ്പോൾ മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങൾക്ക് എക്സാമ്പിൾ കുറേ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിക്കും. മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങൾക്ക് എക്സാമ്പിൾ കുറേ ഉണ്ട്. മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങൾക്ക് എക്സാമ്പിളാണ് നമ്മളെ ജലത്തിൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന തരംഗം, അതേപോലെ തന്നെ പിന്നെന്ത് തരംഗമാണ്? നമ്മുടെ സീസ്മിക് തരംഗം, ഭൂമിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന സീസ്മിക് തരംഗം, പിന്നെ അതേപോലെ തന്നെ ശബ്ദ തരംഗം. ഇതൊക്കെ എന്തിനാവശ്യമുള്ള? മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളാണ്. പക്ഷേ മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളാണ് റേഡിയോ തരംഗങ്ങൾ, അതേപോലെ തന്നെ പ്രകാശ തരംഗങ്ങൾ. ഇതൊക്കെ എന്താണ്? മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളാണ്. ഇത് പഠിച്ചു പോകാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ തരംഗചലനത്തിൽ ആദ്യത്തെ 2 കേസ് പറഞ്ഞാൽ മാധ്യമം ആവശ്യമുള്ളവയും മാധ്യമം ആവശ്യമില്ലാത്തതും. ഇനി മാധ്യമം ആവശ്യമില്ലവ നമ്മൾ എന്ത് വിളിക്കും? യാന്ത്രിക തരംഗങ്ങൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കുക? യാന്ത്രിക തരംഗങ്ങൾ വിളിക്കും. പക്ഷെ മാധ്യമം ആവശ്യമില്ലാത്തവ നമ്മൾ എന്ത് വിളിക്കും? വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് വിളിക്കും. അപ്പോൾ 2 തരംഗങ്ങൾ, ഒന്ന് മാധ്യമം ആവശ്യമുള്ളവയെ യാന്ത്രിക തരംഗങ്ങൾ എന്ന് വിളിക്കും, മാധ്യമം ആവശ്യമില്ലാത്തവയെ വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇതിൽ തന്നെ യാന്ത്രിക തരംഗങ്ങൾ വീണ്ടും 2 വിഭജിച്ചിട്ടുണ്ട്. യാന്ത്രിക തരംഗങ്ങൾ 2 വിഭജിച്ചിട്ടുണ്ട്. യാന്ത്രിക തരംഗം. ഓക്കെ, യാന്ത്രിക തരംഗം 2 ഉണ്ട്. ഒന്ന് അനുപ്രസ്ഥവും അനുദൈർഘ്യവും കേട്ടോ, മറക്കരുത്. അനുപ്രസ്ഥ തരംഗവും അതേപോലെ തന്നെ അനുദൈർഘ്യ തരംഗം. ഇങ്ങനെ 2 വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിച്ചിട്ടുണ്ട്. അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഡെയിലി കണ്ടുപോയ തരംഗങ്ങൾ ഇതേപോലെ മുകൾക്കും താഴത്തേക്കുള്ള തരംഗങ്ങൾ വിളിക്കുന്ന പേര് അനുപ്രസ്ഥ തരംഗം. എന്നാൽ അനുദൈർഘ്യ തരംഗം എന്ന് പറഞ്ഞാൽ ഇതേപോലെ കമ്പയർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ആദ്യം കുറച്ച് സ്പേസ് ഉണ്ടാവും, പിന്നെ അങ്ങനെ കുറച്ച് വിട്ടിട്ട്, പിന്നെ ഭയങ്കര കട്ടിയിൽ, പിന്നെ വിട്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള തരംഗങ്ങളാണ് ദൈർഘ്യ തരംഗം. ഇതെന്താണ്? അനുപ്രസ്ഥ തരംഗം. ഈ അനുപ്രസ്ഥ തരംഗത്തിൻ്റെ പ്രത്യേകത, ഇയാൾക്ക് ഒരു ശൃംഗം ഉണ്ടാവും, ഗർത്തം എന്ന് പറഞ്ഞാൽ താഴത്തുള്ള ഗർത്തം, പോന്തി നിൽക്കുന്ന ശൃംഗം. ഒരു ശൃംഗവും ഒരു ഗർത്തവും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് അനുപ്രസ്ഥ ശൃംഗവും ഗർത്തം. പക്ഷേ അനുദൈർഘ്യത്തിന് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖല, നീചമർദ്ദ മേഖല. ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നത് ഉച്ചമർദ്ദ മേഖല, വിട്ട് നിൽക്കുന്നത് നീചമർദ്ദ മേഖല. ഓക്കെ, അപ്പോൾ ഇതിന് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ആർക്കുണ്ടാവും? അനുദൈർഘ്യ തരംഗത്തിലുണ്ടാവും. അനുപ്രസ്ഥത്തിന് ശൃംഗവും ഗർത്തവുമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്ത വ്യത്യാസം, ഇതിപ്പോൾ 1ാമത്തെ വ്യത്യാസം. അടുത്ത വ്യത്യാസമാണ്, നമ്മൾ ഒരു തരംഗം, എല്ലാ തരംഗങ്ങളും ഈ ദിശയിലാണ് എന്ത് ചെയ്യുക? സഞ്ചരിക്കുക. ഇതാണെങ്കിൽ ഈ ദിശയിൽ സഞ്ചരിക്കുക. പക്ഷേ സഞ്ചരിക്കുന്ന ദിശയ്ക്ക് ലംബമായിട്ടാണ് ആര് കമ്പനം ചെയ്യുക? ഇതിൽ കണികകൾ എന്ത് ചെയ്യുക? കമ്പനം ചെയ്യുക. പക്ഷേ അനുദൈർഘ്യത്തിൽ സഞ്ചരിക്കുന്ന ദിശയ്ക്ക് സമാന്തരമായിട്ട് അതേ ദിശയിലാണ് എന്ത് ചെയ്യുക? കമ്പനം ചെയ്യുക. ഇത് അങ്ങോട്ടും കൊണ്ടായിട്ട് എന്ത് ചെയ്യുക? കമ്പനം ചെയ്യുക. അനുദൈർഘ്യം. അപ്പോൾ അനുദൈർഘ്യത്തിൽ അനുപ്രസ്ഥം നമ്മൾ 2ാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ആദ്യത്തെ വ്യത്യാസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ശൃംഗവും ഗർത്തവും ഉണ്ടാവും. ഇവിടെ ഉച്ചമർദ്ദ മേഖല, നീചമർദ്ദ മേഖല ഉണ്ടാവുക. 2ാമത്തെ വ്യത്യാസമാണ്, ഇത് സഞ്ചരിക്കുന്ന ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യും, ഇത് സഞ്ചരിക്കുന്ന ദിശയ്ക്ക് സമാന്തരമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പനം ചെയ്യുന്നു. പിന്നെ അടുത്ത മനസ്സിലാക്കേണ്ട കാര്യം, ഇവർക്ക് ഉദാഹരണങ്ങളാണ് ചോദിക്കാം. അനുപ്രസ്ഥ തരംഗത്തിൻ്റെ ഉദാഹരണമാണ് എന്ത്? നമ്മളെ സീസ്മിക് തരംഗങ്ങൾക്ക് അനുപ്രസ്ഥ തരംഗം.
സീസ്മിക് തരംഗം അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ്. അനുദൈർഘ്യ അതുപോലെ ജലോപരിതലത്തിലുണ്ടാകുന്ന തരംഗമൊക്കെ അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം. പക്ഷേ അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണം ഒന്നാമത്തെ ഉദാഹരണമാണ് എന്ത് നമ്മളെ ശബ്ദ തരംഗങ്ങൾ. ശബ്ദ തരംഗത്തിൻ്റെ ഉദാഹരണമാണ് അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണമാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. അപ്പോൾ യാന്ത്രിക തരംഗത്തിന് വ്യത്യാസത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരുടെ വ്യത്യാസം പഠിച്ചു വെക്കണം. പിന്നെ അതേപോലെ തന്നെ എന്ത് പഠിച്ചു വെക്കണം, ഇവർക്ക് ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം. ഇനിയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ വരുന്നത് തരംഗങ്ങൾ എന്നുള്ള പോർഷൻ. ഞാൻ അടുത്ത വീഡിയോ പറയട്ടാം.